ടുഡേ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിനീസ് വലിയറ. അപ്പോൾ ഇന്ന് തൊട്ട് കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസും കൂടി ഈ ഒരു ചാനലിൽ തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ അതിൻ്റെ വീഡിയോസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി പുഴയിലെത്തിയതാണ്. അപ്പോൾ ഇന്ന് തൊട്ട് ഓരോരോ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യും. ഓരോ ദിവസവും ഓരോന്നൊന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. കാരണം വ്യത്യസ്തമായ മീനുകളെ കിട്ടുന്നതിനനുസരിച്ച് വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയോ നമുക്ക് സമയമൊക്കെ തീരുമാനിക്കാം. എന്തായാലും വൈകുന്നേരത്തിന് ശേഷം ഡെയിലി ഓരോ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തും. അതായത് ഏകദേശം 100-200 മത്സ്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ശുദ്ധജലങ്ങളിൽ. അപ്പോൾ അങ്ങനെ 200ഓളം മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. അപ്പോൾ എത്രത്തോളം റിസ്ക് എടുക്കണം അല്ലെങ്കിൽ എത്രത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ കാലത്തും ഓരോരോ മത്സ്യങ്ങളെ കാണപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ നിറം അല്ലെങ്കിൽ ഒഴുക്ക്, വെള്ളത്തിൻ്റെ ഉയരം ഒക്കെ വെച്ചാണ് മീനുകൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് പിടിക്കാൻ കഴിയുക. അതുപോലെ തന്നെ വ്യത്യസ്തമായ ചൂണ്ടയിടൽ രീതിയിലൂടെയും മീനെ പിടിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇന്ന് തൊട്ട് ഓരോരോ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിതിൽ പറയുക ഞങ്ങൾക്ക് അറിയാവുന്ന ലോക്കൽ പേരുകളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ആ ഒരു മീനിനെ വിളിക്കുന്ന പേരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് തൊട്ട് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു മീനിനെ കിട്ടിയുണ്ടാ. ഇതാവണം കണ്ടോളേ, കാണിച്ചു തരാം. ഇതല്ലേ, ഇതാണ് കടുങ്ങാലി എന്നാണ് ഞങ്ങൾ ഇതിനെ വിളിക്കുക. കുറുവപ്പരടെന്നും ഇതിനെ വിളിക്കാണ്ട് കുറുവ. അപ്പോൾ ഇത് വലുതാകുമ്പോൾ ഇതിൻ്റെ വാലുമുള്ളൊരു കറുത്ത അടയാളം മാഞ്ഞു പോകണ്ടട്ടാ. ഇത് ചെറിയതാകുമ്പോൾ അല്ല മാഞ്ഞു പോയില്ല, ഇതാവും വീണിട്ടാ. കണ്ടില്ലേ, വലുതാകുമ്പോൾ ആ കറുപ്പ് അടയാളം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് കുറുവപ്പരല് എന്ന് പറഞ്ഞ മീന്.